സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഇന്റർനാഷണൽ അഡ്മിഷൻസ് നമ്മൾ ജപ്പാനിലേക്ക് ചെയ്തു കൊടുക്കുന്നുണ്ട്. മെയിനായിട്ട് സ്റ്റുഡൻസിനെ അട്രാക്ട് ചെയ്യുന്ന ഫാക്ടർ എന്ന് പറയുന്നത് ജപ്പാന്റെ ഒരു ആൻഷ്യൻ കൾച്ചറും അതുപോലെ തന്നെ മോഡേൺ ടെക്നോളജീസും കോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു റിച്ച് കൾച്ചറൽ എക്സ്പീരിയൻസ് ചെയ്യാൻ സ്റ്റുഡൻസിന് പറ്റുന്നുണ്ടെന്നുള്ളതാണ്. അതുപോലെ തന്നെ വളരെ വെൽക്കമിംഗ് ആയിട്ടുള്ള ഇമിഗ്രേഷൻ പോളിസീസുമാണ് ജപ്പാനുള്ളത്. ഇപ്പം ലിവിങ് കോസ്റ്റിന്റെ കാര്യത്തിലാണെങ്കിലും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പ്രോഗ്രാംസും ധാരാളമുള്ള കൺട്രിയാണ് ജപ്പാൻ. സ്റ്റുഡൻസിന് ജെസോ സ്കോളർഷിപ്പുകൾ പോലുള്ള സ്കോളർഷിപ്പുകൾ പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രിയാണ് ജപ്പാൻ. ഒരു 48,000 yen ഇന്ത്യൻ കറൻസിയിലേക്ക് വരുന്ന സമയത്ത് ഒരു 25,000 to 30,000 മന്ത്ലി കിട്ടുന്ന രീതിയിലുള്ള സ്കോളർഷിപ്പുകൾ അവൈലബിൾ ആണ്. ഇത് സ്റ്റുഡന്റിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ അനുസരിച്ചിട്ടായിരിക്കും കിട്ടുന്നത്. ഇയർലി ട്യൂഷൻ ഫീസ് ഒരു 8 to 10 lakhs സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈം ഹവേഴ്സ് 28 hours പാർട്ട് ടൈം വർക്ക് ചെയ്യാൻ വീക്ക്ലി അലൗഡ് ആണ്. അതുപോലെ തന്നെ വെക്കേഷൻ ടൈമിൽ 40 hours വർക്ക് ചെയ്യാൻ പറ്റും. ഇന്റേൺഷിപ്പുകൾ, അതായത് ടെക് ബേസ്ഡ് കമ്പനീസുകളൊക്കെ ധാരാളമുള്ള കൺട്രിയാണ് ജപ്പാൻ. ഇന്റേൺഷിപ്പുകൾ സ്റ്റുഡൻസ് ചോദിച്ചു വരാറുണ്ട്. ഇന്റേൺഷിപ്പുകൾ ഒന്നുകിൽ പ്രോഗ്രാമിന്റെ കൂടെ തന്നെ ഇൻബിൽറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അവൈലബിൾ ആണ്. അതല്ല എങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റുഡൻസിന് അൺപെയ്ഡ് ആയിട്ട് തന്നെ അവിടെ ഇന്റേൺഷിപ്പുകൾ ചെയ്യാനുള്ള അവസരങ്ങളും ഉണ്ട്. മെയിനായിട്ടും ടോപ്പ് എംപ്ലോയീസ് ആയിട്ടുള്ള ഗൂഗിള്, ആമസോൺ, അതുപോലെ തന്നെ മൈക്രോസോഫ്റ്റ്, ഇങ്ങനെയുള്ള കമ്പനികൾ ധാരാളമുള്ള ഒരു സ്ഥലമാണ് ജപ്പാൻ. ലിവിംഗ് കോസ്റ്റിന്റെ കാര്യം പറയുമ്പോൾ സിറ്റിയിൽ നിന്ന് സിറ്റി സൈഡിൽ കുറച്ച് കൂടുതൽ തന്നെയായിരിക്കും ലിവിംഗ് കോസ്റ്റ് വരുന്നത്. ഒരു 6 to 10 lakhs ആനുവലി വരുന്ന രീതിയിൽ ലിവിംഗ് കോസ്റ്റ് വരാറുണ്ട്. അതായത് സ്റ്റുഡന്റ് തിരഞ്ഞെടുക്കുന്ന അക്കോമഡേഷൻ, അതുപോലെ തന്നെ ഫുഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ലിവിംഗ് കോസ്റ്റിനെ ബേസ് ചെയ്തിരിക്കും. സിറ്റി ഔട്ട്സ്കട്ട്സിലേക്ക് പോകുന്ന സമയത്തേക്ക് ലിവിംഗ് കോസ്റ്റ് കുറച്ച് കുറവായിരിക്കും, കിട്ടാനും ചാൻസസ് ഉണ്ട്. സ്റ്റേ ബാക്ക് പീരീഡ് മറ്റ് കൺട്രികളെ പോലല്ല, ഒരു 90 days ഗ്രേസ് പീരീഡ് ആയിട്ടാണ് സ്റ്റുഡൻസിന് കിട്ടുന്നത്. അത് നമുക്ക് ഒരു 6 months വരെയൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഈ 6 months പീരീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ജോബ് ഹണ്ടിങ് പീരീഡ് ആയിട്ടാണ്, പ്രോഗ്രാമിന് ശേഷമുള്ള ഒരു ജോബ് ഹണ്ടിങ് പീരീഡ് ആയിട്ടാണ് അത് കണക്കാക്കുന്നത്. അതിനുശേഷം വർക്ക് പെർമിറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതൊരു 1 year വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിന്നുകൊണ്ട് ഈ ജോബ് ഹണ്ടിങ് നടത്താനും വർക്ക് പെർമിറ്റിലേക്ക് സ്റ്റുഡന്റ് വിസേനെ കൺവേർട്ട് ചെയ്തെടുക്കാനും പറ്റും.